ഈശ്വര നല്ലൊരു കണി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി, അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. കാണിച്ച് ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ? അതും ശരിയാ. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ നയൻതാര ഒന്നുമില്ല, വേറെ ഞാനും മേളിക്ക് ലെവലായി പോകുന്നു. അതിനെന്താ ഇത്ര സന്തോഷം? മനുഷ്യനെ സന്തോഷിക്കാൻ ഓരോ കാരണങ്ങള്. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നും? ചേച്ചിന് പൂഴ്ത്തൊന്നും വേണ്ട, ഉള്ളത് പറഞ്ഞു. ഒരു 35. ആ 35. ഓക്കെ, അതാണ് ഇപ്പൊ കറക്റ്റായി. നിങ്ങൾ ആ ഒരു ഏജ് വെച്ചിട്ട് അമ്മായിന്ന് വിളിക്കുന്നുണ്ട്, മുത്തശ്ശിന്ന് വിളിക്കുന്നുണ്ട്, വെല്ലിമ്മേന്ന് വിളിക്കുന്നുണ്ട്. സ്വാഭാവികം. ഇങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ എൻ്റെ ഒരു പ്രായം പറഞ്ഞു. നാളെ അവർ ഈ വിളി മാറ്റി. അത് അസൂയ കൊണ്ടാ. എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു 18-17 വയസ്സിൽ ഞാൻ ഇങ്ങനെ പാറി പറന്ന് നടക്കാണ്. എനിക്കിങ്ങനെ ഇപ്പോഴും 18 വയസ്സുള്ള, അതാണ് ഞാൻ കൊച്ചുടുപ്പിടുക, കുഞ്ഞുടുപ്പിടുക. ഇവർക്ക് പ്രാന്താടാ. കുളം നിമിഷയുടെ ഒരു വീക്ക്നെസ് ആണല്ലേ? ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഈ കുളം കണ്ടാൽ മാത്രം ചാടാനൊരു ടെൻഡൻസി? അതെന്താ സംഭവം അറിയോ? ഞങ്ങൾ വെള്ളമില്ലാത്ത നാട്ടിലായിരുന്നു. കഴിവറ മോനെ, കണ്ട തേവിടിശികൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? ഇല്ലാത്ത സാധനം എന്ത് കണ്ടാലും ഒരു ടെൻഡൻസി ഇല്ല. ഇല്ലാത്ത സാധനം എന്ത് കണ്ടാലും. നെഗറ്റീവ് ചിന്താഗതി മാറ്റ്, അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഷക്കീലയാണോ അതെയോ നിമിഷയാണോ സൂപ്പർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പ്രേക്ഷകർ വിളിച്ചിരുന്നു ജൂനിയർ ഷക്കീല. അതിനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് എൻ്റെ ഷക്കീല അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു അമ്മമാരുടെ അടുത്ത് ഇരിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷക്കീല അമ്മേനെ. അപ്പൊ അമ്മയുടെ പേരിന്റെ കൂടെ എൻ്റെ പേര് കൂട്ടി വിളിക്കുന്ന എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താണ് നീ എന്നെ പറ്റി വിചാരിച്ചേ? ജൂനിയർ ഷക്കീല എന്ന് വിളിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അഭിമാനം മാത്രമേ ഉള്ളൂ. ആളുകളെ കൊതിപ്പിച്ച് കടന്നു കളയുന്ന ആളാണ് നിമിഷ എന്ന് പറഞ്ഞു. കള്ളി കാണുന്നുണ്ടല്ലേ? ഇവരെ ഞാനെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഈ ചേച്ചീനെ കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞല്ല, നിനക്ക് ഫീൽ ചെയ്താ? കളി എന്നിട്ടാണ് എന്നോട് വർത്തമാനം പറയാൻ വരുന്നത്. അല്ല, നിമിഷ എന്താ വിചാരിക്കുക? ആണുങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. കള്ളി പെണ്ണേ. എല്ലാ സ്കൂളിലും ഒരു ടീച്ചറും എല്ലാ ഏരിയയിലും ഇതുപോലൊരു ചേച്ചി ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്. സമൂഹത്തിന്റെ ഓരോ പോക്കെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ പ്രതീക്ഷ ഇപ്പൊ കാണിക്കുമെന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല? കണ്ടാ പോരെ, വാടോ. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട്. അതല്ല, ഞാൻ എന്റെ ആരാധകരെ നിരാശപ്പെടുത്തൂല. സസ്പെൻസ്. ബിയറടി കുറയ്ക്കണം കേട്ടോ, വയറ് കൂടുന്നുണ്ടെന്ന്. സോറി മാഡം, ഞാൻ ബിയർ അടിക്കല്ല, ഓൺലി ഹോട്ട്. കൊള്ളാമല്ലോ, ആളല്ലേ. ഏതാണ് ബ്രാൻഡ്? ജെഡി. ജേഡി നീറ്റ് അടിക്കണം. പിന്നെ എയർപോർട്ടിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ എടുത്തിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ ചേട്ടനെ വിടും ബിവറേജിൽ. അടിപൊളി. ഓക്കെ, ഒരു ക്ലാസിക് പൈന്റ്. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ച ഒരു കാര്യാട്ടോ, ഈ കാലിലെ ടാറ്റു എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? അടിപൊളിയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോ കാലില് മാത്രമേ ഉള്ളോ? അല്ല, വേറെ സ്ഥലത്തൂടെ ഉണ്ട്, പറയാൻ പറ്റത്തില്ല. എവിടെ? വീഴാൻ ഇനി സമയമുണ്ട്. നിമിഷേച്ചി എവിടെയോ ടാറ്റു അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം എവിടെയാണെന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്. അത് വേറെ എവിടെയല്ല, മസനഗുഡി വഴി ഊട്ടി. ഓക്കെ, അപ്പൊ കാണാൻ ആളുണ്ടെങ്കിൽ കാണിക്കും തീർച്ചയായിട്ടും, ഉറപ്പായും. ഓക്കെ.
എന്റെ ഫാൻസ് ഒരു കട്ട വെയിറ്റിംഗില്ല. എന്റെ ഫാൻസാരൊക്കെ അറിഞ്ഞാണ്ടല്ലോ. ഞാൻ ചേച്ചി ഒരു ആരാധകനാ. അങ്ങനെയൊന്നുമില്ല. എന്റെ ഫാൻസാർ ഇതുവല്ല അറിഞ്ഞാണ്ടല്ലോ. അപ്പൊ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എന്തും കാണിക്കാൻ നിമിഷ റെഡിയാണ്. ഉറപ്പായും പ്രേക്ഷകരെ ഞാൻ നിരാശരാക്കൂല ഒരിക്കലും. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ആ കാണിക്കലിന് വേണ്ടി നിങ്ങൾ ആരാധകർ വെയിറ്റിംഗ് ആണ് അല്ലേ? ആരാധകരെ ശാന്തരാകുകയും അപ്പൊ എനിക്ക് കുറച്ച് പവർ വന്നു. പവർ അയ്യന്റെ മോനെ. പാട്ട് പാടും. പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് മാത്രം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലികാരി മീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പാടി. എൻ്റെ പ്രേക്ഷകര് ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ താരമാണെന്ന് നിങ്ങൾ പറയുന്നില്ലേ? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതേ എന്നെ താരമാക്കിയ ആൾക്കാര് എന്നോട് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് എനിക്ക് ഞാൻ പലതും കാണിക്കുന്നില്ലല്ലോ. എനിക്ക് ഇളക്കാണ്ട് ആ ബക്കറ്റിലിട്ട് ഇളക്കണോ കുഴി മന്തി തലയാ. ഇപ്പൊ എന്നെ ഇപ്പൊ താങ്കൾ വിളിച്ചത് എന്തുകൊണ്ടാ? ഞാനൊരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയതുകൊണ്ടാണ് താങ്കൾ എന്നെ വിളിച്ചത്. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ പ്രേക്ഷകര് എന്നോട് പറയണം ബിക്കിനി ഷൂട്ട് ചെയ്യാൻ കാണുന്ന ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അല്ല ഇപ്പൊ നല്ലൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വരികയാണ്, ഇത് ബിക്കിനി ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുന്ന ഒരാളാ. അപ്പൊ എനിക്ക് ഇതുപോലെ ബിക്കിനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നല്ല കുടുംബ. ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണോ വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. ചോദിച്ചത് പിന്നെ നീ എന്ത് ഉണ്ടാക്കിയെന്നാ ഈ പറയണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ വല്ല സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കെറ്റിലും വെള്ളമില്ല. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും ഞാൻ. ഒരു വല്ല ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി ഈ വിളിച്ചോണ്ടല്ലോ അന്തരീക്ഷം മലിനമാക്കും. ചേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. കഷ്ടം പാവം. ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി. സബ്സ്ക്രൈബ് ചെയ്തിട്ടാ